ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് ആണ്. ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം. ഇന്നത്തെ ദിവസം യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ് എന്തെല്ലാമാണ്, ഇന്നത്തെ ദിവസം എന്തെല്ലാം എനർജീസ് ആണ് നമുക്കുള്ളത്, എന്തെല്ലാം ഗൈഡൻസ് ആണ് തരാനുള്ളത്, ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട് നോക്കാം. പോസിറ്റീവ് ആയിട്ടിരിക്കണേ. ഓക്കെ, നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്തെല്ലാമാണ്. ഫസ്റ്റ് കാർഡ് വന്നിട്ട് പേജ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു ഓഫർ കിട്ടാൻ സാധ്യതയുണ്ട്. ഒരു ഓഫർ ജോലി ഓഫർ ആയിരിക്കാം. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു സമ്മാനം കിട്ടുന്നതാവാം കേട്ടോ. ഒരു സർപ്രൈസോ സമ്മാനമോ ഒരു ജോലി ഓഫറോ ആവാം. നിങ്ങൾ എന്താണോ പ്രതീക്ഷിച്ചിരിക്കുന്നത് അത് നിങ്ങളിലേക്ക് ഇന്നേ ദിവസം വരാൻ സാധ്യതയുണ്ട്. അതാണ് പേജ് ഓഫ് കപ്സ് പറയുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇഷ്യൂ ആയിട്ടിരിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ തരുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കൊരു കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്യാനായിട്ട് വരുന്നതായിരിക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം തന്നെ ഉണ്ടാകുന്നതാവാൻ സാധ്യതയുണ്ട്. അതല്ല, ഫിനാൻഷ്യൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ അറിയുന്ന ആരുടെയെങ്കിലും ഒരു സഹായം നിങ്ങൾക്ക് ഇന്ന ദിവസം കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ സഹായിക്കുമെന്ന് തോന്നുന്ന ആളുകളോട് സഹായം ചോദിക്കാൻ നിങ്ങൾ മടിക്കേണ്ടതില്ല. ഇന്ന് അങ്ങനെ ഒരാളിൽ നിന്ന് നിങ്ങൾക്കൊരു സഹായം കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി ജോലിയൊക്കെ കാത്തിരിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇന്ന ദിവസം ഒരു ജോലി ഓഫർ കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ആവശ്യം എന്താണോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എത്രത്തോളം മാനിഫെസ്റ്റ് ചെയ്യുന്നോ അത്രത്തോളം മാനിഫെസ്റ്റേഷൻ വർക്കാവും. ഒരു കാരണവശാലും മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നെഗറ്റീവായിട്ട് വിചാരിക്കരുത്. ഓക്കെ, മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അതിനുള്ള അർഹതയുണ്ടോ എന്ന് ആദ്യം വെരിഫൈ ചെയ്യുക. അതിനുശേഷം മാനിഫെസ്റ്റ് ചെയ്യുക. വൺസ് യു സ്റ്റാർട്ട് മാനിഫെസ്റ്റിംഗ്, ആദ്യം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ നെഗറ്റീവായിട്ട് വിചാരിക്കുമോ കിട്ടുമോ എന്ന് ചിന്തിക്കുമോ ഒന്നും ചെയ്യരുത്. ഓക്കെ, ഏസ് ഓഫ് കപ്സും 10 ഓഫ് വാൺസും ആണ്. അപ്പോൾ ഏസ് ഓഫ് കപ്സ് പറയുന്നത് ഒരു പുതിയ ലവ് എന്നാണ്. ഇവിടെയും പറയുന്ന പുതിയ ലവ് എന്നാണ് കേട്ടോ. ഈ പേജ് ഓഫ് കപ്സും ഏസ് ഓഫ് കപ്സും പറയുന്ന പുതിയ ലവ് എന്നാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് പോയിട്ടുള്ള ആളുകളാണെങ്കിൽ അയാൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതാകാനും അതല്ലെങ്കിൽ പുതിയ ഒരു ലവ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ഇത് നിങ്ങളെക്കാൾ പ്രായം കുറഞ്ഞ ഒരാളാകാനാണ് സാധ്യത. ഓക്കെ, ഒരു യങ്ങർ എനർജിയാണ്, ഒരു ഫ്ലർട്ടി ടൈപ്പ് യങ്ങർ എനർജി. അതായത് സ്റ്റേബിൾ അല്ലാത്ത എന്ന് വെച്ചാൽ ഒരു കൗമാരക്കാരൻ്റെ ചാബല്യം എന്ന് പറഞ്ഞപ്പോൾ ഇന്നലെ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ത് ചാബല്യമാണെന്ന്. അപ്പോൾ ഈ കൗമാരക്കാരായ കുട്ടികൾക്ക് കാര്യങ്ങളെക്കുറിച്ചൊരു കാര്യപ്രാപ്തി ഇല്ലാത്തത് കൊണ്ട് അവർ തരുന്ന വാക്കുകൾക്ക് അത്ര ഉറപ്പൊന്നും ഉണ്ടാവില്ല. അവർ പറഞ്ഞത് മാറ്റി പറയും, അല്ലെങ്കിൽ അവർക്ക് അതിനൊരു സീരിയസ്നെസ് വാക്ക് കൊടുത്താൽ പാലിക്കണമെന്നൊന്നും അവർക്ക് അറിയില്ല. അപ്പോൾ അവർ മാറ്റി പറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു വാക്ക് പുതിയ ലവ് ആണെങ്കിൽ അവിടെ ഒരു ഉറപ്പില്ലാത്ത വാക്ക് അല്ലെങ്കിൽ ഉറപ്പില്ലാത്തൊരു കമ്മിറ്റ്മെൻറ്റ് കിട്ടുന്നു എന്നൊക്കെയാണ് കേട്ടോ. ഇവിടെ ഏസ് ഓഫ് കപ്സ് പറയുന്നത് നിങ്ങളിലേക്ക് ഒരു പുതിയ ലവ് സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് തന്നെയാണ്. ഇവിടെ ഒരു ന്യൂ ബേബി കോൺസെപ്റ്റ് ഉണ്ട് ഏസ് ഓഫ് കപ്പിന്. അതായത് നിങ്ങളുടെ വീട്ടിലൊരു കുഞ്ഞ് ഉണ്ടാവുന്നതാവാം, അല്ലെങ്കിൽ ഒരു പ്രഗ്നൻസി റിവീൽ ആവുന്നതാവാം, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അതാണ് ഏസ് ഓഫ് കപ്സ് പറയുന്നത്. അതുപോലെ ഒരു സ്പിരിച്വൽ അവേക്കനിങ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. ഇന്നേ ദിവസം നിങ്ങൾക്ക് ഒരു സ്പിരിച്വലായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം, പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായതിനു ശേഷം നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ 10 ഓഫ് വാണ്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു കാർമിക് സൈക്കിള് അവസാനിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ കുറച്ച് ഏറെ ദിവസമായിട്ട് ഒന്നുകിൽ വീൽ ഓഫ് ഫോർച്യൂൺ അല്ലെങ്കിൽ 10 ഓഫ് വാണ്ട് ഇങ്ങനെ കാണുന്നുണ്ട്. അതായത് കർമ്മ അവസാനിച്ചായിട്ടും പുതിയൊരു സൈക്കിൾ ആരംഭിക്കുന്നതായിട്ടും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത് പറയുന്നത് കൃത്യമായിട്ട് അത് തന്നെയാണ്. 10 ഓഫ് വാണ്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു കാർമിക് സൈക്കിൾ അവസാനിക്കുന്നത്. ഏസ് ഓഫ് കപ്സ് അവിടെ നിങ്ങളുടെ ഈ വാണ്ടും കപ്പും പറയുന്നത് റിലേഷൻഷിപ്പിനെ കുറിച്ചും പാഷനെ കുറിച്ചുമാണ്. അപ്പോൾ 10 ഓഫ് വാണ്ട് പറയുന്നത് ഒരു കാർമിക് സൈക്കിൾ അവസാനിച്ചിട്ട് പുതിയൊരു റിലേഷൻഷിപ്പ് കപ്പാണ്. അപ്പോൾ പുതിയൊരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ കുറേ പേർക്ക് ഇന്ന് പുതിയ ലവ് നിങ്ങളിലേക്ക് വരുന്നതാവാം. മറ്റു കുറേ പേർക്ക് പഴയ റിലേഷൻഷിപ്പ് തിരിച്ചു വന്ന് നിങ്ങളോടൊരു റീയൂണിയൻ നടക്കുന്നതാവാൻ സാധ്യതയുണ്ട്. ഏസ് ഓഫ് കപ്സും പേജ് ഓഫ് കപ്സും റീയൂണിയൻ്റെ കാർഡ് തന്നെയാണ്. ഓക്കെ, ഏസ് ഓഫ് കപ്സിനകത്ത് പറയുന്നത് നിങ്ങൾക്ക് വീണ്ടും ഒരു ഓഫർ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ്. ഒരു
കപ്പ് ഓഫ് ലവ് ഓഫർ ആയിരിക്കാം, ജോബ് ഓഫർ ആയിരിക്കാം, നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ഒരു സഹായം, യൂണിവേഴ്സ് തന്നെ നിങ്ങൾക്ക് ഒരു സഹായം മറ്റുള്ളവരിലൂടെ എത്തിച്ചു തരുന്നതാകാനും സാധ്യതയുണ്ട്. 10 ഓഫ് വാണ്ട് പറയുന്നത് നിങ്ങൾ ഇന്ന് ഓവർ വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്, കൂടുതൽ ജോലി ചെയ്യേണ്ടി വരും, കൂടുതൽ ബാധ്യതകൾ തലയിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട്, കൂടുതൽ കർമ്മങ്ങൾ തലയിലേക്ക് വരുന്നതായിട്ട്, ഒരു കർമ്മ റിലീസ് ആവുന്നതായിട്ടും കാണുന്നുണ്ട്. ഇന്ന് മടുത്തു പോകുന്ന വിധം ജോലി ചെയ്യേണ്ടി വരും, മറ്റുള്ളവരുടെ ജോലി കൂടിയൊക്കെ ഏറ്റെടുത്ത് ചെയ്യേണ്ടതായിട്ട് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇന്നത്തെ ദിവസം, ജോലി കാരണം നിങ്ങൾ ബുദ്ധിമുട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ദിവസം ജോലി ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിനൊരു പാഷനേറ്റ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ അതിൽ മടുപ്പ് തോന്നത്തില്ല. അല്ലാതെ ഇത് ഞാൻ ചെയ്യണോ, എൻ്റെ ദൈവമേ ഇത് ഞാൻ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ ജോലി എത്ര നിസ്സാരപ്പെട്ട ജോലിയാണെങ്കിലും അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. അതേസമയം എന്ത് ചെയ്യുമ്പോഴും അത് പാട്ടും പാടി ഡാൻസും കളിച്ചാണ് ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് വേറെ വലിയ ബുദ്ധിമുട്ട് വരാനില്ല. അതിനെ പോസിറ്റീവായിട്ട് എടുത്താൽ അത്ര ബുദ്ധിമുട്ട് വരാൻ സാധ്യത ഇല്ല. അതാണ് 10 ഓഫ് വാണ്ട്സ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം കുറച്ച് ഓവർ ബർഡൻ ആയിരിക്കും കേട്ടോ, കുറച്ചധികം ജോലികൾ ചെയ്യേണ്ടതായിട്ട് വരും, മടുത്തു പോകാൻ സാധ്യതയുണ്ട്. പല ജോലികളും ഇന്നത്തെ ദിവസം ഓവർ എടുത്ത് തലയിൽ വെച്ചിട്ട് അവസാനം പാതി വഴിക്ക് ഇട്ടിട്ട് പോകാനാണ് സാധ്യത. അതാണ് 10 ഓഫ് വാണ്ട് പറയുന്നത്. ഓക്കെ, അടുത്ത കാർഡ് നോക്കാം. അടുത്ത കാർഡ് വന്നിട്ട് സ്റ്റാർ കാർഡാണ്. അപ്പോൾ നിങ്ങളിൽ ഹീലിംഗ് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി എന്തോ ഒരു കാര്യത്തിലേക്ക് കണ്ണുനട്ടിരിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഹീലിംഗ് നടക്കുന്നതായിട്ടും നിങ്ങളുടെ ആ ഒരു പ്രശ്നം, ആ കർമ്മ നിങ്ങൾക്ക് റിലീസായി പതുക്കെ നിങ്ങളിൽ നിന്ന് പോകുന്നതായിട്ടും കാണുന്നുണ്ട്. നിങ്ങൾ വളരെ ഇവിടെ എന്താണെന്നറിയാം, ഒരു സ്റ്റാർ കാർഡ് വരുമ്പോൾ നിങ്ങളൊരു പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നു എന്നതിനേക്കാൾ നിങ്ങളൊരു പ്രശ്നത്തിൽ പെട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുമ്പോൾ അവിടെ ഒരു ഹീലിംഗ് ആണ് നടക്കുന്നത്. അതായത് നിങ്ങൾ ഫസ്റ്റ് ടാരോ കാണാൻ വന്നിരുന്ന ഓർമ്മയുണ്ടോ? നിങ്ങൾ ഹാർട്ട് ബ്രോക്കൺ ആയിട്ട് എന്ത് ചെയ്യുമെന്നറിയാതെ നിങ്ങളിങ്ങനെ സമയം പോകാൻ ഒരു നിവൃത്തിയില്ലാതെ ഇങ്ങനെ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു, കുറേ നേരം ഫോൺ എടുത്ത് തോണ്ടുന്നു, അങ്ങനെ ചെയ്തിരുന്ന ഒരു സമയത്തായിരിക്കും നിങ്ങളുടെ ഫോണിലേക്ക് ഒരു ടാരോ റീഡിങ് വന്നിട്ടുള്ളത്. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഭയങ്കര മാനസികമായിട്ട് വിഷമിച്ചിരുന്നപ്പോൾ ഒരു പാട്ടോ വല്ലതും സെലക്ട് ചെയ്ത സമയത്ത് അല്ലെങ്കിൽ സെർച്ച് ചെയ്ത സമയത്തായിരിക്കും ഈ ടാരോയുടെ ഒരു റീഡിങ് നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത്. ആ ഫസ്റ്റ് റീഡിങ് കേട്ടപ്പോൾ നിങ്ങൾ അന്തം വിട്ടില്ലേ, ഇത് എൻ്റെ കാര്യമാണല്ലോ പറയുന്നതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും നിങ്ങളിതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് വീഡിയോസ് കണ്ടില്ലേ? അപ്പോൾ ആ വീഡിയോ കണ്ട് വന്ന സമയത്ത് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് വീഡിയോ കണ്ടപ്പോൾ തോന്നിയത് ഇതെൻ്റെ പ്രശ്നമാണ്, ഇതിനുള്ള പരിഹാരം ഇതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഫസ്റ്റ് വീഡിയോ, നിങ്ങൾ കണ്ട ഫസ്റ്റ് ടാരോ വീഡിയോ എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നം വായിക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾക്ക് ഹൈലി റെസനേറ്റഡ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ബാക്കി വീഡിയോസ് തേടി കണ്ടിട്ടുണ്ടാവും. ഈ കണ്ട സമയത്തൊക്കെ നിങ്ങളെ ഹീല് ചെയ്യുവാണ് ചെയ്തത്. നിങ്ങളെ ആ വലിയ പ്രശ്നത്തിൽ നിന്ന് പതുക്കെ ആ പ്രശ്നത്തെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് അതിൽ നിന്ന് പുറത്ത് കടക്കാൻ നിങ്ങളെ ഹീല് ചെയ്യുവാണ് ചെയ്തത്. അല്ലേ നിങ്ങൾ ആലോചിക്കേ, ഇപ്പോഴും ആ പ്രശ്നം അവിടെ ഇല്ലേ? പക്ഷേ അന്ന് നിങ്ങൾ അനുഭവിച്ച അതേ വേദന നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടോ? ഇല്ല. അപ്പോൾ എന്താ സംഭവിച്ചത്? ഈ ടാരോ റീഡിങ്സ് നിങ്ങൾ എന്ത് ചെയ്തു? ഹീല് ചെയ്തു. അപ്പോൾ ഈ സ്റ്റാർ കാർഡ് പറയുന്ന ഇതാണ്, നിങ്ങൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുവാണ്. അതായത് നിങ്ങൾ ഹീല് ചെയ്യപ്പെട്ട് കൊണ്ടേയിരിക്കുകയാണ്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് ഹീലിംഗ് ആവശ്യമുള്ള സമയത്ത് യൂണിവേഴ്സ് കൃത്യമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ടാരോ കൊണ്ട് തന്നത് കണ്ടോ? അപ്പോൾ എല്ലാത്തിനും ദൈവത്തിന് അതിൻ്റെതായ ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയിലൂടെ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. നമ്മൾ എത്രയൊക്കെ പ്ലാൻ ചെയ്തെന്ന് പറഞ്ഞാലും മാൻ പ്രപ്പോസസ് ഗോഡ് ഡിസ്പോസസ്. നമ്മൾ എന്തൊക്കെ പ്ലാൻ ചെയ്തെന്ന് പറഞ്ഞാലും ദൈവത്തിന് അതിൻ്റെ എല്ലാം മേൽ മറ്റൊരു പദ്ധതിയുണ്ട്. അപ്പോൾ അതേ നടക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുക. അവിടെ നമ്മൾ ഹീലാവുന്ന സമയത്ത് നമ്മൾ എന്ന് പറയുന്നത് ഒരു ഫെർട്ടൈൽ ലാൻഡ് ആവുകയാണ്. മനസ്സിലായോ? നമ്മൾ ഹീൽ ചെയ്യുമ്പോൾ നമ്മൾ അനുഭവിച്ച വേദനയിൽ നിന്ന് പുറത്ത് കിടക്കാനുള്ള വഴി ഇതൊക്കെ നമ്മൾ പഠിക്കും. ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇതേ വേദന അനുഭവിക്കുന്ന മറ്റൊരാളെ കാണുമ്പോൾ നിങ്ങൾ ഇനി വിചാരിക്കും ഇനി ഒരാൾക്കും ഈ വേദന അനുഭവിക്കേണ്ടി വരരുത്. കാരണം അത്രത്തോളം നിങ്ങൾ വേദനിച്ചിട്ടുണ്ടാവും, അത്രത്തോളം നിങ്ങൾ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾക്ക് പുറത്ത് കിടക്കാൻ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇനി ഒരാളും അങ്ങനെ കഷ്ടപ്പെടരുതെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അവർക്ക് ഹീലിംഗ് ചെയ്യാൻ തുടങ്ങും. മനസ്സിലായോ? അതാണ് സ്റ്റാർ കാർഡ്. നിങ്ങൾ മറ്റുള്ളവർക്ക് സ്റ്റാർ ആവുന്നു, നിങ്ങൾ മറ്റുള്ളവർക്ക് ഹീലിംഗ് ആവുന്നു, നിങ്ങളുടെ വാക്കുകൾ കേട്ട് ഒരുപാട് പേർക്ക് ഹീലിംഗ് ആവുന്നു. അപ്പോൾ നിങ്ങളെ ആളുകൾ അന്വേഷിച്ച് വരുന്നു. അതാണ് ഈ സ്റ്റാർ കാർഡ് പറയുന്നത്. ഇവിടെ നിങ്ങളൊരു ഫെർട്ടിലിറ്റിയാണ് കാണുന്നത്. നിങ്ങളവിടെ ഒരു എന്താ പറയുന്നത്, പുതിയ വിത്ത് വിതയ്ക്കുക, പുതിയ ആളുകൾക്ക് ആശ കൊടുക്കുകയാണ്, ആളുകൾക്ക് ഒരുപാട് സമാധാനം സന്തോഷവും കൊടുക്കുകയാണ്. അതാണ് സ്റ്റാർ കാർഡ് പറയുന്നത്. ഇവിടെ ഹീലിംഗ് നടക്കുന്നുണ്ട്, പ്രതീക്ഷകൾ ഉണ്ടാവുന്നുണ്ട്, നിങ്ങൾ ഫ്യൂച്ചറിനെ കുറിച്ച് വളരെ പ്രതീക്ഷയോട് കൂടി കാത്തിരിക്കുന്നു. അതിനോടൊപ്പം നിങ്ങൾ സ്റ്റാർ ആവുന്നതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരെ ഹീല് ചെയ്യുന്നുണ്ട്, നിങ്ങൾ സ്വയം ഹീലാകുന്നുണ്ട്, അതിൻ്റെ കൂടെ നിങ്ങൾ ഫെർട്ടൈൽ ആവുന്നുണ്ട്.
ഓക്കെ, മറ്റുള്ളവർക്കുള്ള ആശയും പ്രതീക്ഷയും ഒക്കെ നിങ്ങളാവുന്നതായിട്ട് മാറുന്നുണ്ട്. അതാണ് സ്റ്റാർ കാർഡ് പറയുന്നത്. അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ ഒരുപാട് പേരെ ഹീൽ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. നിങ്ങൾക്ക് വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നിങ്ങൾ ഇന്നേ ദിവസം കാത്തിരിക്കാൻ പോകുന്നത്. ഓക്കെ, ആവേശം മുതൽ ഞാൻ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. ഐ എം റിയലി സോറി. കേൾക്കാൻ വിധിക്കപ്പെട്ടവരായതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ. ഐ എം റിയലി സോറി. ആവേശം മുത്ത്. അപ്പോൾ അടുത്ത കാർഡ് വന്നിട്ട് കിങ് ഓഫ് സോഡ്സ് ആണ്. അപ്പോൾ ഇന്ന് കുറച്ച് ഈഗോ ഒക്കെ ഉള്ള ആളായിരിക്കും. കരിയർ ഫോക്കസ്ഡ് ആയിരിക്കും. വളരെ സംടൈംസ് നിങ്ങൾ സ്ട്രെയിഞ്ച് ആയിട്ട് ബിഹേവ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതായത് പെട്ടെന്ന് ഒരു ഇങ്ങനെ സ്വിച്ച് ഇട്ടതുപോലെ നിങ്ങളുടെ സ്വഭാവം മാറിയിട്ട് നിങ്ങൾ കാർക്കശ്യമുള്ള ഒരാളായിട്ട് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ആ കാർക്കശ്യമൊക്കെ മാറിയിട്ട് ഒരു നോർമൽ പേഴ്സണായിട്ടൊക്കെ ബിഹേവ് ചെയ്യാൻ ഇന്ന ദിവസം സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ കിങ് ഓഫ് സ്വോർഡാണ്. അതുകൊണ്ട് തന്നെ അരഗൻ്റ് ആയിട്ടുള്ള സംസാരം ഒഴിവാക്കുക. അതായത് നിങ്ങൾ സംസാരിക്കുന്ന ടോണ് കുറച്ച് വ്യത്യാസം, മയപ്പെടുത്തി സംസാരിക്കുക, അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് സംസാരിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് വഴക്കാണെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നൊരു വഴക്കിൻ്റെ മോഡാണ്, കിങ് ഓഫ് സ്വോർഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് കുറച്ച് ഷാർപ്പായിട്ട് ചിന്തിക്കാൻ പറ്റും. കാര്യങ്ങൾക്ക് കറക്റ്റായിട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് ക്ലിയർ ആയിട്ടൊരു പിക്ചർ കിട്ടും. കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. പെട്ടെന്ന് മുറി കണ്ടെന്ന രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. ഇന്ന് കമ്മ്യൂണിക്കേഷൻ ഷാർപ്പായിരിക്കും, ഐഡിയാസ് ക്ലിയർ ആയിരിക്കും, ഷാർപ്പ് മൈൻഡഡ് ആയിരിക്കും. ഇന്നെടുക്കുന്ന തീരുമാനങ്ങൾ ഇമോഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ നിങ്ങളുടെ ഹൃദയത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ നിങ്ങളുടെ തലച്ചോറിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടായിരിക്കും നിങ്ങൾ ഇന്ന് തീരുമാനങ്ങൾ എടുക്കുന്നത്. അതായത് ഒരു റൂളർ, ഒരു ഭരണാധികാരി ഭരണം നടത്തുമ്പോൾ എത്രത്തോളം കാർക്കശ്യ ബുദ്ധിയുള്ള ഒരാളായിരിക്കോ അതുപോലായിരിക്കും നിങ്ങൾ ഇന്നേ ദിവസം ചിന്തിക്കുന്നത്. ഒരു രാജാവിനെ പോലെ ചിന്തിക്കും. ഓക്കെ, അതാണെന്ന് കിങ് ഓഫ് സോഡ്. യുദ്ധത്തിന് പോകാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കണം. ഇടിനാശം വെള്ളപ്പൊക്കമൊന്നും ആരും ഉണ്ടാക്കിക്കരുത്. 11 അവിടെ കിടക്കട്ടെ. 9 9 ഓഫ് കപ്സ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതുപോലെ ഇരിക്കണം. ഞാനെന്ന് പറഞ്ഞില്ലേ രാമനാരായണ. ഓക്കെ, കിങ് ഓഫ് സോഡ്സിന് എനർജിയാണ് ഉള്ളത്. അതുകൊണ്ട് വഴക്കുണ്ടാകാൻ സാധ്യതയുണ്ട്, ഈഗോ ക്ലാഷുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രശ്നങ്ങൾ വരുമ്പോൾ കയ്യും കെട്ടിയിട്ട് എല്ലാവരും നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ പ്രശ്നം ഒഴിവായി പോകും കേട്ടോ. അതിനുള്ള സൊല്യൂഷൻ അപ്പോൾ തന്നെ കിട്ടി. 9 ഓഫ് കപ്സ് കേട്ടോ. കിങ് ഓഫ് സോഡിൻ്റെ എനർജിയിൽ നിന്ന് പെട്ടെന്ന് എന്തായിക്കോണം? 9 ഓഫ് കപ്പിൻ്റെ എനർജിയിലോട്ട് വന്നോണം. നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക, സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കുക, ചില സമയങ്ങളിൽ മിണ്ടാതിരിക്കുക. ഓക്കെ, കയ്യും കെട്ടി ഒന്നും ചെയ്യേണ്ട, അനങ്ങാതെ അവിടെ ഇരുന്നാൽ മതി. നിങ്ങൾ ചെയ്യാനുള്ളതൊക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 9 ഓഫ് കപ്സിൻ്റെ എനർജിയും പറയുന്നത് അത് തന്നെയാണ്. നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. 2 ഓഫ് കപ്സ് ഉണ്ടല്ലോ. ഇന്ന് നിങ്ങളുടെ സോൾമേറ്റിനെ കാണുമല്ലോ. അപ്പോൾ ഇന്ന് ഒരു റീയൂണിയൻ സാധ്യതയുണ്ട്. ഇവിടെ 2-3 കാർഡായി റീയൂണിയൻ്റെ കാർഡ് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ റീയൂണിയൻ പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ സോൾമേറ്റിനെ കാണാനും സാധ്യതയുണ്ട് കേട്ടോ. സോൾമേറ്റ് ഒരാളല്ല, ഒന്നിലധികം പേര് നമുക്ക് സോൾമേറ്റായിട്ട് ഒരേ ജന്മത്തിൽ വരും. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഇന്ന ദിവസം നിങ്ങളുടെ സോൾമേറ്റിനെ കാണാൻ സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇന്ന് റീയൂണിയൻ നടക്കാനും സാധ്യതയുണ്ട്. ഇനി ഇവിടെ വേറൊരു കാര്യം, നിങ്ങളോട് ആരെങ്കിലും ഒരു അഭിപ്രായം ചോദിക്കുമ്പോൾ നിങ്ങൾ അഭിപ്രായം പറയുമല്ലോ. ഈ പറയുന്ന അഭിപ്രായത്തിന് ചിലപ്പോൾ നമ്മുടെ അഭിപ്രായം ആരും മൈൻഡ് ചെയ്തു എന്ന് വരില്ല. പക്ഷേ ഇന്നേ ദിവസം നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് കൃത്യമായ മൂല്യം ലഭിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ പറയുന്നത് എന്താണെന്ന് എല്ലാവരും ശ്രദ്ധിക്കും. അതിൻ്റേതായ വാല്യൂ കിട്ടാൻ സാധ്യതയുണ്ട്. അതാണ് 2 ഓഫ് കപ്സ് പറയുന്നത്. അതുപോലെ നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് കൃത്യമായ റെക്കഗ്നേഷൻ കിട്ടും. നിങ്ങൾക്ക് ചെയ്യുന്ന ജോലിക്ക് എഫേർട്ടിനനുസരിച്ചുള്ള വേജസ് കിട്ടും. നിങ്ങളുടെ എഫേർട്ടിനനുസരിച്ചുള്ള റെക്കഗ്നേഷൻ കിട്ടും. അതുപോലെ നിങ്ങളുടെ എംപ്ലോയറിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങൾ നല്ലതായിട്ട് ജോലി ചെയ്തു, നിങ്ങൾ നല്ലതായിട്ട് ആ കാര്യം നല്ല ഭംഗിയായിട്ട് ചെയ്തു തീർത്തു എന്നുള്ളൊരു അപ്രീസിയേഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. ഇത് അതുപോലെ പാർട്ട്ണർഷിപ്പിൽ ഇന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. മറ്റുള്ളവരോട് ചേർന്ന് പാർട്ട്ണർഷിപ്പിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അതാണ് 2 ഓഫ് കപ്സ് പറയുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ സോൾമേറ്റിനോടൊപ്പം നിങ്ങൾക്ക് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് സമയവും സാഹചര്യവും കിട്ടാൻ സാധ്യതയുണ്ട്. ഈ സോൾമേറ്റ് എന്ന് പറയുന്നത് റിലേഷൻഷിപ്പിലുള്ള ആളാവണമെന്ന് യാതൊരു നിർബന്ധമില്ല കേട്ടോ. നിങ്ങളുടെ സോൾമേറ്റ് ചിലപ്പോൾ നിങ്ങളുടെ അച്ഛനാവാം, അമ്മയാകാം, സഹോദരനാകാം, സഹോദരിയാകാം, നിങ്ങളുടെ ഫ്രണ്ടാകാം, ആരുമാകാം. അതായത് മുൻജന്മങ്ങളിൽ നിങ്ങളുടെ സോൾമേറ്റ് ആയിരുന്ന ആളാണ് ഈ ജന്മത്തിൽ നിങ്ങളുടെ കുടുംബത്തിലായിരിക്കണം എന്ന് നിർബന്ധമില്ല. ആയിരിക്കാം, അല്ലായിരിക്കാം. പക്ഷെ നിങ്ങളുമായിട്ട് കണക്ഷൻ ഉണ്ടാവും. അവരുമായിട്ട് നിങ്ങൾക്ക് അറിയാം, അവർ നിങ്ങളുടെ എന്തോ ആണ്, ആരോ ആണ്. മുമ്പ് നിങ്ങൾക്ക് ഇവരെ അറിയാം എന്നുള്ളത് നിങ്ങൾക്ക് മുന്നേ അറിയാം. അതാണ് സോൾമേറ്റ്. അപ്പോൾ ഒന്നിലധികം സോൾമേറ്റ്സ് നമുക്ക് ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ സോൾമേറ്റുമായിട്ട് ചേർന്നിരിക്കാനൊക്കെ ഒരു സാഹചര്യം കാണുന്നുണ്ട്. അടുത്തത് 4 ഓഫ് കപ്സ് ആണ്. എന്തോ ഒന്ന് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഒരു നിർവികാരതയിൽ കുറച്ച് പേരിയ്ക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടതായിരുന്ന എന്തോ ഒരു കാര്യം ചിലപ്പോൾ നിങ്ങൾക്ക്
നിങ്ങളത് സെലക്ട് ചെയ്തു, നിങ്ങളത് വാങ്ങിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചു, നിങ്ങളത് ചെയ്തു തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് വല്ലാത്തൊരു വിരക്തി തോന്നുന്നുണ്ടാവും. അത് ചെയ്യേണ്ടിയിരുന്നില്ല, അല്ലെങ്കിൽ അത് വേണ്ടായിരുന്നു, ആ ഒരു തീരുമാനം എടുക്കണ്ടായിരുന്നു, എനിക്കിപ്പം എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, ഒരു വല്ലാത്തൊരു നിർവികാരത നിങ്ങൾക്ക് തോന്നാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം നിങ്ങളത് സ്റ്റക്കായിട്ടിരിക്കുവാണ്, ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു സാഹചര്യത്തിൽ നിൽക്കുന്ന പോലെ ഒരു നിർവികാരതയാണ്. എപ്പതി എന്ന് പറഞ്ഞൊരു സാധനമാണ്, അതായത് നിർവികാരത, കോണ്ടംപ്ലേഷൻ. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഇനി എന്താണ് വോട്ട് ടു ഡു നെക്സ്റ്റ്. അപ്പം നിങ്ങളിങ്ങനെ കൂടുതലായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുന്നതാവാം, അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട് നിങ്ങളാകെ സ്റ്റക്കായിട്ടിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ സ്റ്റക്ക്നെസ്സിൻ്റെ ആവശ്യമില്ല. യൂണിവേഴ്സ് പറയുന്നത് സ്റ്റക്ക്നെസ്സിൻ്റെ ആവശ്യമില്ല, നിങ്ങൾ മുന്നോട്ട് പോയിക്കോളൂ. കാരണം നിങ്ങൾ തൊട്ട് മുമ്പ് നിങ്ങളായിട്ടെടുത്ത തീരുമാനമാണ്, അതിന് എന്തായാലും ഒരു ഫലം നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ കിട്ടിക്കോളും. അതുകൊണ്ട് നിങ്ങളൊന്നും പേടിക്കേണ്ട, നിങ്ങൾ മുന്നോട്ട് പോകാൻ തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ ഈ 4 ഓഫ് കപ്പിനകത്ത് നിങ്ങൾ നഷ്ടപ്പെട്ടു പോയ, അല്ലെങ്കിൽ മുൻപ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ 3 കപ്പുകളെ മാത്രമേ കാണുന്നുള്ളൂ. യൂണിവേഴ്സ് കൊണ്ടുതരുന്ന ഒരു ഓഫർ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്, അത് നിങ്ങൾ കണ്ണ് തുറന്ന് കാണുന്നില്ല. അപ്പം യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്, ഞാൻ നിനക്ക് പോയ 3 കപ്പിനേക്കാൾ വിശിഷ്ടമായ ഒരു കപ്പ് നിനക്ക് ഓഫർ ചെയ്യുന്നുണ്ട്, നീ അതൊന്നും കണ്ടാൽ മതി, കണ്ണ് തുറന്ന് ഇന്ന് നോക്കുക, നിനക്ക് എന്താണ് സമ്മാനമായിട്ട് ചുറ്റും നിൽക്കുന്നതെന്ന് നോക്കുക, അത് നീ സ്വീകരിക്കുക, മുന്നോട്ട് പോവുക. അപ്പം നിങ്ങൾക്ക് ഇന്നേ ദിവസം എന്തോർത്താണോ വിഷമിച്ചിരിക്കുന്നത് അതിനോർത്ത് വിഷമിക്കേണ്ട ആവശ്യമേ ഇല്ല. നല്ലൊരു ഓഫർ നിങ്ങൾക്ക് യൂണിവേഴ്സ് കൊണ്ടുവന്ന് ഇന്നേ ദിവസം തരുന്നുണ്ട്. ഓക്കെ, അതാണ് 4 ഓഫ് കപ്സ് പറയുന്നത്. ഒത്തിരി വലിച്ചു നീട്ടുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ, ഇനി ഇച്ചിരി ആവേശം കൂടി പോകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അടുത്ത ചാരിറ്റിൻ്റെ എനർജിയാണ്. തീർച്ചയായിട്ടും വീണ്ടും ഒരു നല്ല കാര്യം നിങ്ങൾ ആഗ്രഹിച്ചിട്ട് ഒരുപാട് നാൾ യൂണിവേഴ്സിനോട് നിങ്ങൾ ആഗ്രഹിച്ച് കേണ് ചോദിച്ചുകൊണ്ടിരുന്നൊരു കാര്യം, എനിക്ക് തന്നതിന് നന്ദി, യൂണിവേഴ്സ് എനിക്ക് എൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് ഇന്ന കാര്യം തന്നതിന് നന്ദി എന്ന് നിങ്ങൾ ഒരുപാട് വട്ടം ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളൊരു കാര്യം നിങ്ങൾക്ക് ഇന്ന് യൂണിവേഴ്സ് തന്നെ കൊണ്ടുവന്ന് തരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളിലേക്ക് അത് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്തത് അതാണ് നിങ്ങളിലേക്ക് യൂണിവേഴ്സ് കൊണ്ടുവന്ന് തരുന്നതായിട്ട് കാണുന്നത്. ചാരിറ്റ് എനർജിയാണ്. ഓക്കെ, ഇന്ന് നല്ലൊരു കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതാവാം, വിദേശത്തുള്ള ആളുകൾ നാട്ടിലേക്ക് വരുന്നതാകാം, നിങ്ങൾ ഒരു യാത്ര പോകുന്നതാവാം, നിങ്ങൾ വിദേശത്തേക്കോ എങ്ങോട്ടെങ്കിലും ജോലി മാറിയോ എങ്ങോട്ടെങ്കിലും പോകുന്നതാകാം. എന്തായാലും ഇന്ന ദിവസം ഒരു യാത്രയുടെ കാർഡുണ്ട്, യാത്ര ചെയ്യാൻ സാധ്യതയുണ്ട്. അടുത്തത് വീണ്ടും 4 ഓഫ് സോർഡ്സിൻ്റെ എനർജി ഉണ്ട്. എനിക്ക് ഇഷ്ടമല്ല ഇപ്പോൾ ഈ 4 ഓഫ് സോർഡ്സിൻ്റെ ഇത് കാണുന്നത്. ഈ 4 ഓഫ് സോർഡ്സിൻ്റെ എനർജി പറയുന്നത് വയ്യാതിരിക്കുന്ന ആരോ ഉണ്ട്, എനിക്ക് ഉറപ്പാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ ഈ ബ്രോക്കണായിട്ട് കിടന്നു പോയിട്ടുള്ള, അതായത് ഹൃദയം തകർന്നിട്ട് എണീറ്റ് നിൽക്കാൻ പോലും ഭക്ഷണം കഴിക്കുന്നുണ്ടാവില്ല, കുളിക്കുന്നുണ്ടാവുന്നില്ല, ആളുകളോട് സമ്പർക്കപ്പെടുന്നുണ്ടാവില്ല, വല്ലാതെ വിഷമിച്ച് ഹാർട്ട് ബ്രോക്കണായിട്ട് ഈ റീസെൻ്റ്ലി ബ്രേക്കപ്പ് ആയിട്ടുള്ള ആരെങ്കിലും ആയിരിക്കും. ബ്രേക്കപ്പ് ആകാം, ജോലി നഷ്ടപ്പെട്ടതാവാം, ഫിനാൻഷ്യൽ ലോസ് ആവാം, എന്തോ ഒരു കാരണം മറ്റുള്ളവരോട് പറയാൻ പറ്റാത്ത വിധം തകർന്നു നിൽക്കുന്ന ആരോ ഒരാൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ട്. ഐ എം ഷുവർ. അത് ആരാണെന്ന് എനിക്കറിയില്ല. എൻ്റെ നമ്പർ എല്ലാ റീഡിങ്ങിൻ്റെ, എല്ലാ ജനറൽ റീഡിങ്ങിൻ്റെ, ഇപ്പോൾ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പർ പിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് നോക്കിയിട്ട് ഇത് ആരാണെങ്കിലും എൻ്റെ അടുത്ത് വന്ന് പറയണം. കാരണം എത്രയോ ദിവസമായിട്ട് ഈ കിടപ്പ് കിടക്കുന്ന ഞാൻ കാണുവാണെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. ആരുടെ എനർജി ആണെങ്കിലും ഒന്നുകിൽ അത് ഒരു സർജറി ചെയ്തിട്ട് കിടക്കുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ സിവിയർ ആയിട്ടുള്ള ബാക്ക് പെയിനോ കാലുവേദന, കൈവേദന, ഷോൾഡർ പെയിൻ ഇതുള്ള ആരെങ്കിലും ആകാം, അല്ലെന്നുണ്ടെങ്കിൽ ഇഞ്ചുറി, ഭയങ്കരമായിട്ട് അപകടത്തിൽ ഇഞ്ചുറി പറ്റിയവരാകാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പായിട്ട് എണീറ്റ് നിൽക്കാൻ പോലും വയ്യാത്ത വിധം ബ്രോക്കൺ ആയിട്ടിരിക്കുന്ന ആരുമാണ്. അപ്പോൾ നിങ്ങൾ ആര് തന്നെ ആയാലും എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കണം. ഓക്കെ, അപ്പോൾ ഇന്നേ ദിവസം ചിലപ്പോൾ മരണം കേൾക്കാൻ സാധ്യതയുണ്ട്. എപ്പോഴും പറയുന്ന പോലെ നെഗറ്റീവ് പറയാൻ പ്രത്യേക കഴിവാണ്, അത് നിങ്ങൾക്കറിയാലോ. 4 ഓഫ് സോർഡ്സിൻ്റെ എനർജി കാണുമ്പോൾ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം അങ്ങനെ ഒരു കാര്യം കാണുമ്പോൾ അത് പറയാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല. അത് ചിലപ്പോൾ നിങ്ങളിന്ന് മരണം കേൾക്കാൻ സാധ്യതയുണ്ട്, ഒരു അപകടം കേൾക്കാൻ നിങ്ങൾക്ക് സാധ്യതയുണ്ട്. അപകടത്തിൻ്റെ വീഡിയോസ് കാണുന്നതാവാം, നിങ്ങൾക്ക് പരിചയമുള്ള ആളുകൾ അപകടത്തിൽ പെട്ടു എന്നറിയുന്നതാവും, ചിലപ്പോൾ നിങ്ങൾ തന്നെ വണ്ടി ഒന്ന് സ്കിഡായാലും അതൊരു അപകടമാണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് നിങ്ങൾ മനസ്സിൽ ഓർത്തിട്ട് വേണം നിങ്ങൾ വണ്ടിയും കൊണ്ട് പുറത്തേക്ക് പോകാനായിട്ട്. ഓക്കെ, അതുപോലെ നിങ്ങളോട് ഇന്നേ ദിവസം റെസ്റ്റ് എടുക്കാൻ പറയുന്നുണ്ട്. ഓടി നടന്ന് ജോലി ചെയ്യണ്ട. ഇവിടെ 10 ഓഫ് വാണ്ട് ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞു നിങ്ങൾ മടുത്ത് പോകുന്ന പോലെ ജോലി ചെയ്യേണ്ടി വരുമെന്ന്. അപ്പോൾ അത്ര ഹെക്റ്റിക്കായിട്ട് നിങ്ങൾ ജോലി ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ തൽക്കാലം നിങ്ങളുടെ ശരീരത്തിനും കൂടെ ശ്രദ്ധിച്ചിട്ട് മാത്രം മുന്നോട്ട് പോവുക. 4 ഓഫ് സോർഡ്സ് ആണ്. റെസ്റ്റ് എടുക്കണമെന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് അത് ഭയങ്കരമായ ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അത്ര മതി.
ബോട്ടം ഓഫ് ദി ഡെക്കിൽ 5 ഓഫ് കപ്സ് ആണ്. 4 ഓഫ് കപ്സും 5 ഓഫ് കപ്സും വന്നിട്ടുണ്ട്. 2 ഓഫ് കപ്സ് ഉണ്ട്, 6 ഓഫ് കപ്സ് ഉണ്ട്. അപ്പോൾ പഴയ കാര്യങ്ങൾ, ഇപ്പോൾ നിങ്ങളുടെ പാസ്റ്റിൽ നിന്ന് ഒരാൾ നിങ്ങളെ കാണാൻ വരും. അത് ചിലപ്പോൾ നിങ്ങളുടെ പഴയ റിലേഷൻഷിപ്പ്, ഈ റീയൂണിയൻ്റെ കാലത്തിൽ ഉണ്ടല്ലോ, ചിലപ്പോൾ അത് തന്നെ ആവാൻ സാധ്യതയുണ്ട്. നിങ്ങൾ പഴയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഓർത്ത് കൂടുതൽ സമയം ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെയും പറയുന്നത് മുൻപ് നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്നതും, നിങ്ങൾക്ക് ചുറ്റും അതിനേക്കാൾ വലിയ അബണ്ടൻസുകളുണ്ട്, നിങ്ങൾ കണ്ണ് തുറന്ന് നോക്കുന്നില്ല എന്നുള്ളതുമാണ്. അത് തന്നെയാണ് ഇവിടെ 4 ഓഫ് കപ്പിലും പറഞ്ഞത്. യൂണിവേഴ്സ് നിങ്ങളോട് പറയാണ്, മുമ്പ് നഷ്ടപ്പെട്ടു പോയതൊന്നും നിങ്ങളുടേതല്ല, അത് വിട്ട് കളഞ്ഞേക്ക്, അതിനേക്കാൾ മനോഹരമായത് യൂണിവേഴ്സ് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരുന്നുണ്ട്, അത് സ്വീകരിക്കൂ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് ഇന്നേ ദിവസം നിങ്ങൾ കേൾക്കുക. നിങ്ങൾക്കുള്ള സമ്മാനങ്ങൾ നിങ്ങൾക്ക് ചുറ്റും തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ജനറൽ റീഡിങ്. അത്രയും മതിയെന്നുള്ളവർക്ക് പോകാം. അടുത്ത ഏഞ്ചൽസ് ഗൈഡൻസ് വേണ്ടവർ ഇവിടെ കമോൺ. ഓക്കെ, ഏഞ്ചൽസിന് എന്ത് ഗൈഡൻസ് ആണ് നമുക്ക് തരാനുള്ളത് നോക്കാം. ഇന്നത്തെ ദിവസം ഏഞ്ചൽസ് എന്ത് ഗൈഡൻസ് ആണ് നമുക്ക് തരുന്നത് നോക്കാം. ഏഞ്ചൽസ് നല്ല ഗൈഡൻസ് തരണേ. ഫസ്റ്റ് കാർഡ് നോയാണ് കേട്ടോ. ഏറ്റവും നല്ല ഗൈഡൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. നോ എന്ന് പറയേണ്ട അടുത്ത് നോ തന്നെ പറയണം. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇന്ന് നോയാണ്. കറക്റ്റായിട്ട് ആലോചിക്കുമ്പോൾ വേണ്ടാന്നാണ് മനസ്സിൽ ഇൻറ്റ്യൂഷൻ തോന്നുന്നെങ്കിൽ നോ തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് റീകൺസിഡർ. അതൊന്നും കൂടെ നിങ്ങളൊന്ന് പരിഗണിക്കണം, ഒന്നും കൂടെ ഒന്ന് കൺസിഡർ ചെയ്യണം. എന്നിട്ട് ശേഷം മാത്രം നിങ്ങൾ മുന്നോട്ട് പോയിരുന്നാൽ മതി. ഓക്കെ, റീകൺസിഡർ ചെയ്തിട്ട് മാത്രം മുന്നോട്ട് പോയിരുന്നാൽ മതി. അടുത്തത് ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ. ഞാൻ ഇപ്പം തന്നെ പറഞ്ഞില്ലേ, നിങ്ങൾ നിങ്ങളോട് തന്നെ മനസ്സിലേക്ക് തന്നെ ഒന്ന് നോക്കിയിട്ട് ഒരു ചോദ്യം ചോദിക്കുക. ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണെന്ന് നോക്കുക, അതിനനുസരിച്ച് മാത്രം മുന്നോട്ട് പോവുക. ഏഞ്ചൽസ് അത് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ റെഡിയാണ്, നിങ്ങൾ എന്താണോ മനസ്സിൽ തോന്നുന്നത് അതനുസരിച്ച് മുന്നോട്ട് പോകാനാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ്. അടുത്തത് ലവേഴ്സിൻ്റെ ഓറക്കിൾ എന്താണെന്ന് നോക്കാം. ലവേഴ്സിന് എന്ത് ഗൈഡൻസ് ആണെന്ന് കിട്ടുന്നത്. ലവേഴ്സിന് എന്ത് ഓറക്കിളാണുള്ളത്? ലവേഴ്സിന് എന്ത് ഗൈഡൻസ് ആൻഡ് ഓറക്കിളാണെന്നുള്ളത് നോക്കാം. ഇന്നലെ ആരോ സമയം ഒത്തിരി നീണ്ടു പോകുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വേഗത്തിൽ പറയാനുള്ളത് പറയണമല്ലോ, അതുകൊണ്ട് ഞാൻ വേഗത്തിലാണ് പറയുന്നത്. ചേച്ചി ഇച്ചിരി വെള്ളം കുടിയെന്നൊന്നും പറഞ്ഞേക്കരുത്. അപ്പോൾ എന്താണ് ലവേഴ്സിനുള്ള ഓറക്കിൾ നോക്കാം. ബാക്കിയുള്ളവർക്ക് പോകാം കേട്ടോ, ലവേഴ്സ് മാത്രം ഇരുന്നാൽ മതി. ഫസ്റ്റ് കാർഡ് വന്നിട്ട് ഗീവ് യുവർ റിലേഷൻഷിപ്പ് എ ചാൻസ്. അതായത് വീണ്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ ആ പാർട്ട്ണർഷിപ്പിൽ ഒന്നും കൂടെ വർക്ക് ചെയ്യാനാണ് പറയുന്നത്. ഇത് 2 ഓഫ് കപ്സ്. ഒന്നും കൂടെ പാർട്ട്ണർഷിപ്പ് വർക്ക് ചെയ്ത് നോക്കുക, ചിലപ്പോൾ അത് വീണ്ടും ഫ്ലറിഷ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഹീലിംഗ് ഫാമിലി ഇഷ്യൂസ്. യുവർ ലവ് ലൈഫ് ബെനിഫിറ്റ്സ് ആസ് യു ഫോർഗീവ് യുവർ പേരൻസ്. ഓക്കെ, നിങ്ങളുടെ പേരൻസിനോട് നിങ്ങൾ ഫോർഗീവ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലവ് ലൈഫിലും നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് ഉണ്ടാവും. ഫോർഗീവിങ് ആൻഡ് ലേണിംഗ്. ഇന്ന് ഫോർഗീവിങ് തന്നെയാണ് പറയുന്നത്. Forgiving and learning. As you release and heal the past, you experience more love in your present moments. പാസ്റ്റിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും നിങ്ങൾ ഹീൽ ചെയ്യൂ, അപ്പോൾ നിങ്ങൾക്ക് പ്രസൻറ്റിൽ നല്ല മൊമെൻറ്റ്സ് കിട്ടുമെന്നാണ് പറയുന്നത്. ലാസ്റ്റ് കാർഡ് ലെറ്റ് ഗോ ഓഫ് കൺട്രോൾ ഇഷ്യൂസ്. ഇനി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുവാണ്. അപ്പോൾ അവർ വരുമ്പോൾ നിങ്ങൾ വീണ്ടും കൺട്രോൾ ചെയ്യരുത്. അവിടെ സിറ്റുവേഷൻസിനെ എങ്ങനെ ചെയ്യണം? നാച്ചുറലി അൺഫോൾഡ് ചെയ്ത് വിട്ടേക്കണം. അതിനെ കെട്ടിയിടാൻ നോക്കരുത്, അതിനെ റാപ്പ് ചെയ്ത് വെക്കരുത്. അൺകൺട്രോൾഡ് ആയിട്ട് തുറന്നങ്ങ് വിട്ടേക്കണം. മറ്റേ സുഗതകുമാരി പറഞ്ഞ പോലെ, സുഗതകുമാരിയാണോ മാധവിക്കുട്ടി പറഞ്ഞതുപോലെ എന്താ, നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ടതിനെ സ്വതന്ത്രമാക്കി വിടുക. അത് നിങ്ങൾക്കുള്ളതാണെങ്കിൽ തിരിച്ച് നിങ്ങളിലേക്ക് തന്നെ വരും, അല്ലെങ്കിൽ അത് മറ്റാരുടേതോ ആണ് എന്ന് നിങ്ങളങ്ങ് വിശ്വസിക്കുക. ഓക്കെ, അപ്പോൾ അൺകൺട്രോളബിളായിട്ട് അവരെ തുറന്നു വിടുക. അവർ പോയിട്ട് സാഹചര്യങ്ങളുണ്ടെങ്കിലും പോകാതെ തിരിച്ചു വരുന്നുണ്ടെങ്കിൽ മാത്രം അത് നിങ്ങളുടേതാണ്. സാഹചര്യം കിട്ടുമ്പോൾ ആ വഴി പോയാൽ ലെവലിൽ അങ്ങോട്ട് പൊക്കോട്ടെ, അത് നമുക്കുള്ളതല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് ബട്ടൺ മറക്കരുത്. ഇന്നോട്ട് വീണ്ടും 3 വീഡിയോസ് ഹൈപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഹൈപ്പ് ബട്ടൺ മറക്കരുത്, ഉറപ്പായിട്ട് ഹൈപ്പ് ചെയ്യണം. ലൈക്ക് ചെയ്യുന്നവരെല്ലാം ഹൈപ്പ് ചെയ്യണം. എല്ലാവരും ലൈക്ക് ചെയ്യണം പ്ലീസ്. ലൈക്ക് ചെയ്യാൻ വീഡിയോ കാണുന്നല്ലേ പ്ലീസ്. ഇന്നെങ്കിലും കുറേ പേര് ലൈക്ക് ചെയ്യണം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യണം. ഞാനത് എപ്പോഴും പറയുന്നുണ്ടല്ലോ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഹൈപ്പ് ചെയ്യണം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യണം. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമൻറ്റും കൂടെ ചെയ്യണം. കമൻറ്റ് ചെയ്യുന്നവരോട് താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.